ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീദ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അത് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് 7 മന്തായി. അപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന ചടങ്ങുണ്ട് ഞങ്ങളെ നാട്ടിൽ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പർച്ചേസിങ്ങും കാര്യത്തിന് ഇറങ്ങിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ് ഗായ്സ്. ഞാൻ മാക്സിമം വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ നോക്കാം. പിന്നെ എനിക്ക് ടയേർഡാവോ എന്താ അറിയില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ നടത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് നമ്മളെ കോഴിക്കോടുള്ള കസവ് കേന്ദ്രയിലേക്കാണ് കേട്ടോ പോയത്. അവിടെയാണ് നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും ഉമ്മയും അനിയത്തിയും അങ്ങനെ ആയിരുന്നു പോയത്. അങ്ങനെ അവിടുത്തെ 3rd ഫ്ലോറിൽ ഭയങ്കരമായിട്ട് കളക്ഷൻസ് ഉണ്ട്, പാർട്ടി വെയറിൻ്റെ. അങ്ങനെ അവിടെ പോയി ഞാനിതാ പോയ മുതലേ എനിക്ക് എന്താ അറിയില്ല ഗൈസ്, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ എടുക്കണോ എടുക്കണ്ടേ രണ്ട് മനസ്സായി. അങ്ങനെ അത് അവിടെ വെച്ചിട്ട് ഞാൻ സാരീൻ്റെ സെക്ഷനിലേക്ക് പോയായിരിച്ചു. ഉമ്മനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഉമ്മ 2 ഓക്കെ പക്ഷേ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ചിന്തിച്ച് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാങ്ങിയാലോ എന്ന്. അങ്ങനെ ഈ ഒരു പാറ്റേണും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് നോക്കിയപ്പോൾ ഇതിൻ്റെ ബ്ലൂ ഉണ്ട്, അതേമാതിരി ഗ്രീൻ ഉണ്ട്. അങ്ങനെ ഞാനൊരു കളർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് പിന്നെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഏതായിരിക്കും സെലക്ട് ചെയ്ത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇടും കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, കാരണം ഡ്രസ്സ് എടുത്തില്ലല്ലോ, സാരി മാത്രമാണല്ലോ. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിലേക്ക് പോയി അവിടുത്തെ കോയിലുള്ള കളേഴ്സ് ആയിരുന്ന ഷോപ്പിലേക്ക് കയറി. അവിടെ ആണെങ്കിൽ എനിക്ക് മാച്ച്, എനിക്ക് എല്ലാം കൊണ്ട് ഓക്കെ ആയ ഡ്രസ്സ്, ഹാൻഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാനിതാ ഫൈനലി ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ 7 മന്തിലേക്ക് സെലക്ട് ചെയ്ത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ഐറ്റംസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോഴാണ് നമ്മൾ 7th മന്തിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാൻ. ഏകദേശം ഡോക്ടർ പറഞ്ഞ ടൈം നമുക്ക് 7:30 ആയിരുന്നു കേട്ടോ നൈറ്റ്. അതിനകത്ത് ഞാനിതാ ഫയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. കാരണം നമുക്ക് എല്ലാം നമ്മൾ സെറ്റാക്കി വെക്കണം. കാരണം എമർജൻസി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പോകേണ്ട ഒരു സാഹചര്യം വന്നാലോ. അപ്പോൾ ഞാനെല്ലാം എൻ്റെ സ്കാനിങ് കൊടുത്തത് യുവർ സെൻറ്ററിൽ നിന്നാണ്. നല്ല ക്ലിയറും അതേമാതിരി നമ്മൾ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടുത്തെ ഞാൻ 5 മന്തിൻ്റെ സ്കാനിങ് എടുത്തപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. കാരണം നമ്മുടെ ബേബിൻ്റെ എല്ലാ ബോഡി പാർട്സും കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഗൈസ്. കണ്ടോ, ബേബിൻ്റെ കാലായാലും പിന്നെ നട്ടെല്ല്, ഫേസ് കാര്യങ്ങൾ, കൈ, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം, ഒരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാതിരി. അങ്ങനെ ഞങ്ങളിതാ ഡോക്ടറെ കാണിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി മന്തി, കാരണം ഹണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവനിക്ക് കിട്ടിയ ക്വാർട്ടറിൽ ഭയങ്കര വലിയ പീസാണ്. ആ ഒരു സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കാണുന്ന ഗൈസ്. കാരണം ഞാൻ പറയുന്നുണ്ട് നല്ല കോളടിച്ചല്ലോ എന്ന്. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച്, ഞാനും ഉമ്മയും അനിയനും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.